everybody, welcome to my daily vlogs at Glow. ആക്ച്വലി ഇങ്ങനൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടി കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ ബൊട്ടീക്ക് ഫീൽഡിൽ നമ്മൾ ഈ വ്ളോഗിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മുടെ വർക്കിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും അതിന് സമയം കിട്ടാറില്ല. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ കസ്റ്റമറിൻ്റെ ഒരു ഡെലിവറി, നമ്മുടെ ഔട്ട്ഫിറ്റ് ഡെലിവറിയുടെ ഡേ ആണ്. സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം ആ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാമെന്ന്. സോ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും നമ്മുടെ ഡിസൈനറിൻ്റെ അടുത്തു നിന്നും ഫൈനൽ ചെക്കിങ് വരുന്ന പീസസ് എല്ലാം നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കവറിനകത്തിട്ടാണ് നമ്മൾ ഷോപ്പിൽ സൂക്ഷിക്കുന്നത്. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ലെഹങ്കയാണ്. ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഫ്ലെയറും ബോഡിയും ദുപ്പട്ടയുമാണ് ഇതിന് വരുന്നത്. ഡയബിൾ നെറ്റ് ഫാബ്രിക്കിൽ മൾട്ടി കളർ കട്ട് ബീഡ്സ് യൂസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഹാൻഡ് വർക്കാണ് ഇതിന് വരുന്നത്. ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 ഇയറോളമായി. സോ നമ്മൾ നല്ല ഓൾട്രേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എത്രത്തോളം ഈ ഒരു കസ്റ്റമറിന് ഈ ഒരു ഔട്ട്ഫിറ്റ് ഫിറ്റ് ആവുന്ന. So here comes the next outfit, my favorite outfit, wedding gown. ഈ ഒരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്തപ്പോൾ ബ്രൈഡിന് ഒരൊറ്റ കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും കോമൺ അല്ലാത്ത അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് പോലെ തിളങ്ങി നിൽക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് തന്നെ വേണമെന്ന്. ഐ ഹോപ്പ് നമ്മുടെ ഗ്ലോ അതിന് 100% നീതി പുലർത്തിയിട്ടുണ്ടെന്ന്. ഒരു സ്റ്റണ്ണിങ് ബേർഡ് ഡിസൈനിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ഫെദർ ഡിസൈൻ എത്ര ഭംഗിയായിട്ടാണ് ഷോക്കേസ് ചെയ്തേക്കുന്നതെന്ന്. നല്ല ബീഡ്സ് വർക്കും സ്റ്റോൺസും യൂസ് ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. സോ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ഫോക്കൽ പോയിന്റ് ആയിട്ടാണ് ഈ ഒരു ബേർഡ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ യൂണീക്ക് അല്ലെങ്കിൽ ഒരു എലഗന്റ് ടച്ച് കൊണ്ടുവരാൻ ഈ ഒരു ഔട്ട്ഫിറ്റിന് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആകുന്നത്. ഇതിങ്ങനെ ഈവൻ ആയിട്ട് നിൽക്കണം. അതിങ്ങനെ കറക്റ്റ് ലൈൻ കണ്ടിന്യൂഷൻ. ആൻഡ് ദി തേർഡ് ഔട്ട്ഫിറ്റ് നമ്മുടെ മധുരം വെപ്പ് ലെഹങ്കയാണ്. പ്യൂർ ബനാറസിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഓൾസോ ബോഡിയിൽ നല്ലൊരു ഗോൾഡന്റെ ത്രെഡ് വർക്ക് ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഒട്ടും ഹെവി കുറച്ചില്ല. ശരി, ഇവിടെ വർക്കുണ്ട്. അറിയാൻ വേണ്ടിട്ട്
സ്കേർട്ട് കുറച്ച് ലൂസ് ആവാറുണ്ട്, കംഫർട്ടബിൾ ആണെന്നാ പറഞ്ഞത്. നേരെ തിരിച്ചിടാം. അമ്മയ്ക്ക് കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മ എക്സ്റ്റൻഷൻ അറിയാം. Thank you so much. I'm so happy. സോ അങ്ങനെ എല്ലാ ഔട്ട്ഫിറ്റും അവർ കൊണ്ടുപോയി. സത്യം പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റ്, ഭയങ്കര ഒരു സന്തോഷമായൊരു മൊമെന്റ് ആണ് ഇത്. കാരണം എൻ്റെ സ്വന്തം സ്ഥലം പാമ്പാടിയാണ്, അപ്പം കോട്ടയം പാമ്പാടി. അപ്പം പാമ്പാടിക്കാർക്കറിയാം അവിടുത്തെ ഒരു പണ്ട് മുതലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഓണറാണ് അവരുടെ ഫാമിലി. സോ അപ്പം അവർക്കൊരു വെഡിങ് വന്നപ്പോൾ, അവരുടെ കൊച്ചിനൊരു വെഡിങ് വന്നപ്പോൾ അത് ഗ്ലോയിനെ വിശ്വസിച്ച് ഏൽപ്പിക്കുക തന്നെ ഭയങ്കര ഒരു സന്തോഷമായുള്ള കാര്യമായിരുന്നു. അന്ന് തൊട്ട് 1 year മുമ്പാണ് ഇവർ നമുക്ക് ഓർഡർ തന്നത്. കാരണം കൊച്ചു പുറത്ത് പഠിക്കുമായിരുന്നു. സോ നാട്ടിൽ വന്നപ്പോൾ നമുക്ക് ഫുൾ 3 ഓർഡറും തന്നിട്ട് പോയി. അവർ ഓരോ വർക്കിൻ്റെയും ഓരോ കാര്യത്തിലും അവർ നല്ല കൺസേൺ ആയിരുന്നു. ഒബിയസ്ലി അവരൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ആൾക്കാരാകുമ്പോൾ അത്രയും ഫാബ്രിക്കിനെ പറ്റി വർക്കിനെ പറ്റിയൊക്കെ അത്രയും അറിയാവുന്നതായത് നല്ല കൺസേൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് ഏറ്റവും ബെസ്റ്റാക്കി ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അവർക്കത് അവർ വിചാരിച്ച് അവർ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. നമ്മുടെ ഗ്ലോയിൻ്റെ എല്ലാ ബ്രൈഡ്സിനും സത്യം പറഞ്ഞാൽ ഒരു സ്റ്റോറി ഉണ്ടല്ലേ, നമ്മൾ അവരുമായിട്ടുള്ള കണക്ഷൻ, അവരുടെ വെഡ്ഡിങ് ബിഗ് ഡേയുടെ ഒരു പാട്ടാവാനാണ് നമുക്ക് ഗ്ലോയ്ക്ക് പറ്റിയത്. സോ അതിൽ ഭയങ്കര സന്തോഷം. ഓൾസോ അവരുടെ വെഡിങ് കാർഡൊക്കെ കിട്ടി. 27 ജൂലൈ 20 അവരുടെ വെഡ്ഡിങ്. സോ 1 year മുന്നേ മെഷർമെൻറ്റും പാറ്റേണൊക്കെ തന്നുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തു വെക്കുമല്ലോ ഒബിയസ്ലി. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ ഒക്കെ എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി അയച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വന്ന് കണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു എന്താ പറയുക, ആ ഒരു സർപ്രൈസ് പോകും. അപ്പോൾ അതുകൊണ്ട് വന്ന് നേരിട്ട് കണ്ടാൽ മതി, ഫോട്ടോ കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് ഓക്കെ ശരി എന്ന് പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു ഇതിൽ പാട്ടാവാനും പറ്റിയത് ഭയങ്കര സന്തോഷം. ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ. സോ ഇതുപോലെ നമ്മുടെ ഓരോ ബ്രൈഡ്സിനും ഓരോ വെഡ്ഡിങ്ങും ഇതുപോലെ തന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻ, അവരുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആവാൻ ഗ്ലോയ്ക്ക് ഒരു പാട്ടാവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. സോ സൈനിങ് ഓഫ്, ബൈ.